2018 നവംബർ 17 ജോൺ അലൻ ചോ എന്ന ഒരു അമേരിക്കൻ യുവാവ് ഇന്ത്യയുടെ ഒരു നിരോധിത ദ്വീപിലേക്ക് കയറി വരികയാണ്. അവിടുത്തെ ഗോത്രവിഭാഗക്കാരെ കാണുക എന്നതാണ് ജോണിൻ്റെ ലക്ഷ്യം. ദ്വീപിൽ കയറിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ലക്ഷ്യമാക്കിക്കൊണ്ട് അമ്പുകൾ വരികയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ ജോൺ കൊല്ലപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആൻഡമാൻ നിക്കോബാറിലെ നമ്മുടെ നിരോധിത ദ്വീപായിട്ടുള്ള നോർത്ത് സെന്റിനൽ ഐലൻഡിനെ കുറിച്ചാണ്. ഈ നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇന്ത്യയുടെ ഒരു പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐലൻഡാണ്. ഈ ദ്വീപിലേക്ക് പ്രവേശിക്കാനോ ഇതിന് ചുറ്റുമുള്ള 3 നോട്ടിക്കൽ മൈൽസ് അകലത്തിലേക്ക് ആൾക്കാർ പ്രവേശിക്കാനോ പാടില്ല. ഈ നോർത്ത് സെന്റിനൽ ഐലൻഡിൽ കാണപ്പെടുന്ന ഈ ഗോത്രവിഭാഗക്കാരുടെ പേരാണ് സെന്റിനാലിസ് ട്രൈബ്സ്. ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഗോത്രവിഭാഗക്കാരാണ് സെന്റിനാലിസ് ട്രൈബ്സ്. ഇവർക്ക് പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ മോഡേൺ സിവിലൈസേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ സെന്റിനാലിസ് ട്രൈബ്സ് എത്ര പേരുണ്ടെന്നോ അവരെങ്ങനെയാണ് താമസിക്കുന്നതെന്നോ അതുപോലെ അവരുടെ ഭക്ഷണ രീതി എന്താണോ ഒന്നും തന്നെ നമുക്കറിയില്ല. ഇന്ത്യ ഗവൺമെൻറ് പലതവണ ഈ ഒരു ഐലൻഡിൽ എത്ര പേരുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എക്സ്പെഡിഷൻസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും 1990കളിൽ മധുമാല ചത്തോപാധ്യായ എന്ന ആന്ത്രോപോളജിസ്റ്റാണ് ആദ്യമായിട്ട് ഇവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന വ്യക്തി എന്ന് പറയുന്നത്. പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരുപാട് ട്രൈബ്സിനെ നമുക്ക് ഇതേപോലെ ആൻഡമാൻ നിക്കോബാറിൽ കാണാൻ പറ്റും. പക്ഷേ സെന്റിനാലിസ് ആണ് ഇതിലെ ഏറ്റവും പ്രാകൃതമായത്. മോഡേൺ സിവിലൈസേഷനുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല. ഇനി ഇതല്ലാതെ ജരാവ, ഓഞ്ചസ്, ഷോംബൻ തുടങ്ങിയ ട്രൈബ്സിനെ നമുക്ക് ആൻഡമാൻ നിക്കോബാറിൽ കാണാൻ പറ്റും. ഇതിലൊരു ഗോത്രവിഭാഗത്തിന് ഈയിടെയായിട്ട് വോട്ടവകാശം ലഭിച്ചിട്ടുണ്ട്. അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയും തിരിച്ച് കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. അതേതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.